ഇന്ന് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. പഴംപൊരി. ഇതിൽ ബാക്കിൽ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഉള്ള സൗണ്ട് മൊത്തം ഉണ്ടാക്കും, ഓരോരോ പാത്രങ്ങളായിട്ട് എടുത്തിട്ടിട്ട്. അപ്പോൾ ആ സൗണ്ട് മുഴുവൻ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും ചെയ്യും. അപ്പം ഇന്ന് നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കാം. ഓക്കെ, അവിടെ പഴം അരിഞ്ഞ് വെച്ചു. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത്. കാരണം ഞാനമ്മയും മാത്രമായതുകൊണ്ട് വളരെ കുറച്ച് മാത്രം മതി. അതുകൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ പൊടിയിൽ ഇനി വെള്ളം ചേർക്കാൻ പോകുന്നില്ല. ഇപ്പോൾ കടലമാവ്, മൈദ, ചുക്കിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ടതിങ്ങനെ കലക്കി ഒരു പരുവത്തിലാക്കും. വെള്ളം പോരാ, ഇനി വെള്ളം ഒഴിക്കേണ്ടി വരും. ഒഴിച്ചു. ഇത് വെള്ളം കൂടിപ്പോയി വന്നിട്ടൊരു സംശയം. നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് ഇതിൽ മുക്കി വലിയ കുഴപ്പമില്ലാത്ത കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് മതി. നമ്മളെ ചട്ടിയോടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് അമ്മയുടെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ബാറ്റർ. എന്ത് ചെയ്യാം, നമുക്ക് പഴംപൊരി റെഡിയാക്കാം. ഉണ്ട് കുറച്ച് ഷെഡ്യൂളേ, അതാണ് എൻ്റെ പ്രത്യേകത. വളരെ കുറച്ച് മാത്രം ഉണ്ടായിട്ട് ശീലിച്ചിട്ടേ അതുതന്നെയാണിപ്പോൾ. ഏതുണ്ടാക്കിയാലും കുറച്ച് ഉണ്ടാവുള്ളൂ. ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്, അതിൽ എണ്ണയുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. ഫസ്റ്റ് പഴംപൊരിയാണ്. ബാറ്ററിൽ കുളിപ്പിച്ചിട്ടുണ്ട്, ഇതിലേക്കിടാം. ആദ്യത്തെ പഴംപൊരി സൈഡിലൊക്കെ വിട്ടുപോകുന്നു തോന്നുന്നു കേട്ടോ, അറിയില്ല. വീണ്ടും അടുത്ത പരിപാടി. നെക്സ്റ്റ് പഴത്തിനേക്കാളും കൂടുതൽ മാവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ നാലെണ്ണം ഉണ്ടാക്കാനുള്ള കാരണം എന്താ പറയുക, ചായ ഓൾറെഡി അവിടെ റെഡിയായിട്ടുണ്ട്. എൻ്റെ അമ്മ ചായ കുടിക്കാൻ വേണ്ടി കാത്തിക്കാം. ഓക്കെ, ഇനി ആയി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റ്. ഇനി കുറച്ചും കൂടെ ഉണ്ട്, അതിനടുത്തില്ല. പിന്നെ ചായ, അമ്മയ്ക്ക് കുറേ ചായ, എനിക്ക് കുറച്ച് ചായ. അപ്പോൾ ഇന്നത്തെ പഴംപൊരി ഈവനിങ്.